വാർത്തകളിൽ നിറഞ്ഞു നിന്ന റോബിൻ ബസ് വീണ്ടും പുതിയ 2 സർവീസുകൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിയ കോയമ്പത്തൂർ പത്തനംതിട്ട പെർമിറ്റാണ് അന്ന് വലിയ വിവാദമായത് എങ്കിൽ ഇക്കുറി കേരളത്തിനുള്ളിൽ തന്നെയാണ് പുതിയ 2 ബസ്സുകളും സർവീസ് നടത്തുന്നത്. വൈകാതെ തന്നെ 5ഓളം പുതിയ ബസ്സുകൾ കൂടി ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് റോബിൻ ഗിരീഷ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പുതിയ 2 ബസ്സുകൾ കൂടി വീണ്ടും രംഗത്തിറക്കിയിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ അകത്ത് പുതിയ ബസ് സർവീസ് തുടങ്ങി എങ്കിലും പറയുമ്പോൾ നമ്മൾ ആദ്യം വന്ന രംഗം ഓർക്കണം. നമ്മൾ വന്നപ്പോൾ എൻ്റെ സർവീസ് ഒരു കാരണവശാലും ഓടിപ്പിക്കുകയില്ല, ഇങ്ങനൊരു നിയമമില്ല. അത് നിയമത്തിന് കുറേ വ്യാഖ്യാനങ്ങളുമായി വന്ന മോട്ടോർ വാഹന വകുപ്പും അതിൻ്റെ മന്ത്രിക്കും ഉള്ളൊരു മറുപടിയാണ് ഇപ്പം ഇത്രയും നാളായിട്ട്, ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ സർവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സർവീസ് പോകുമ്പം അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അന്ന് ഞാൻ പറഞ്ഞതായിരുന്നോ ശരി, അതോ മന്ത്രിയായിരുന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരുന്നോ ശരി എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഇപ്പം 1.5 വർഷത്തോളം കഴിഞ്ഞപ്പം ആ സർവീസ് ഇപ്പോഴും ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സർവീസ് ഒരു വ്യത്യാസമില്ലാതെ അന്നത്തെ പോലെ തന്നെ ഇന്നും സർവീസ് നടത്തുന്നുണ്ട്. പലയിടത്തു നിന്ന് ആളെ കയറ്റുന്നുണ്ട്, പലയിടത്ത് ആളെ ഇറക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പോരാത്തതിന് ഇപ്പം കേന്ദ്രം ഇങ്ങനെ ഒരു ഫൈൻ ചെയ്യുന്ന ഇവരുടെ ആ നടപടിക്ക് ആ ഒരു സിസ്റ്റം തന്നെ ഇവരുടെ പരിപാലന സൈറ്റിൽ നിന്ന് എടുത്തും മാറ്റി. കാരണം ഒളിച്ചും തെളിച്ചുമൊക്കെ എന്നെ അല്ലെങ്കിലും ബാക്കിയുള്ളവരെയൊക്കെ പലരെയും കഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ വണ്ടിക്കാരെ. അപ്പോൾ അത് കേന്ദ്രം എടുത്തു മാറ്റിയപ്പം ഇപ്പോൾ ആർക്കും ഇത് ഇങ്ങനെ ഒരു സർവീസ് തുടങ്ങാൻ സാധിക്കും, ആ ഒരു സ്ഥിതിയിലായി. അപ്പോൾ ഇപ്പോൾ ഇനി ഇത് ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മളൊരു സർവേ പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിനകത്ത് ഏതൊക്കെ റൂട്ടിലാണ് ഇതുപോലെ കഷ്ടപ്പാട്, നല്ല യാത്രയ്ക്കുള്ള മാർഗ്ഗമില്ലാതെ കഷ്ടപ്പെടുന്നതെന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം റൂട്ടിലാണ്. കാരണം വർഷങ്ങൾക്ക് മുന്നേ ഒരു കോടതി ഉത്തരവുണ്ടായിരുന്നു. അവിടെ കൂടുതൽ സർവീസ് ആ ഭാഗത്ത് തന്നെ KSRTC മാത്രം ഓടുന്ന റൂട്ടാണ്, അവിടെ കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നായിരുന്നു അന്ന് കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും KSRTC അതൊന്നും വഹിച്ചില്ല. അപ്പോൾ അത് ഞങ്ങൾ സർവേ വന്നപ്പം കണ്ടമാനം ആൾക്കാർ ഈ സർവേയിൽ ആവശ്യപ്പെട്ടു തൃശ്ശൂർ എറണാകുളം വണ്ടി ആവശ്യം. അത് ഞങ്ങൾ പാലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 2 വണ്ടി വന്നപ്പോൾ 2 വണ്ടി കൈയോടെ എടുത്ത് ഇതിലേക്ക് തൃശ്ശൂർ എറണാകുളം സർവീസ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ ഓടി തുടങ്ങി. പല രീതിയിൽ ഓടി നോക്കുക, ഏതൊക്കെ പോയിന്റുകളിലാണ് ഇറങ്ങി കയറി ഒക്കെ വരുമ്പോൾ സമയം എത്ര എടുക്കും, ഇതെല്ലാം യാത്രക്കാരോട് പറയണമല്ലോ. അതൊരു ഓർഡറായി പറഞ്ഞാൽ ഒരു 8-10 ദിവസം എടുക്കും, അതേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോഴത്തേക്കൊക്കെ കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇപ്പം തന്നെ KSRTCയുടെ ഭാഗത്തുനിന്ന് വെല്ലുവിളികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇടിച്ചിടും, വണ്ടിക്കിട്ട് തട്ടിയിട്ടിടും. അപ്പം AC വണ്ടിയൊക്കെ ആകുമ്പം ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓടാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അത് തട്ടിയിടും എന്നെല്ലാം പറഞ്ഞ ഒരു ഭീഷണി കൊണ്ട് ഇന്നലെ തന്നെ വന്നിരുന്നു. അപ്പം വരുന്നിടത്ത് കാണാം, അത് നമ്മളിതിലും ഒത്തിരി കണ്ടതാണല്ലോ എന്ന് കണക്കിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടില്ല. എന്തായാലും യാത്രക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, അതാ എൻ്റെ ബലവും. എന്താണെങ്കിലും ആദ്യത്തെ പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് വിജയകരമായതുകൊണ്ട് തന്നെയാണ് വീണ്ടും കൂടുതൽ വാഹനങ്ങളുമായി എത്തുന്നത്. തീർച്ചയായിട്ടും പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും ഉണ്ടായിട്ട് തന്നെ ഓടിയതാണ്. അത് കൃത്യമായിട്ട് ഇപ്പോഴും ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ വണ്ടികൾ കൂടുതൽ ഇറക്കാൻ തീരുമാനിച്ചത്. അപ്പം വണ്ടികൾ ഇറക്കുമ്പം പരമാവധി നമുക്കൊരു യാത്രക്കാരന് കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തു തന്നെ. കാരണം ശീതീകരിച്ച വണ്ടി ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന 2 AC വണ്ടികളാണ്. 2 AC വണ്ടികളാണ്. AC വണ്ടികളെ നമ്മൾ ഇറക്കുകയുള്ളൂ. കാരണം AC വണ്ടികളുടെ യാത്ര എന്തോ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ചാർജ് കൂടിയ ഒരു യാത്രയാണെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അല്ല എന്നുള്ളത് തെളിയിക്കുന്നുണ്ട്. ഇപ്പം ഇനിയും തെളിയിക്കും. തൃശ്ശൂർ എറണാകുളത്തെ റേറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ സമയവും കുറവ്, റേറ്റും കുറവായിട്ട് തന്നെ ഞാൻ വരും. അത് മെയിനായിട്ട് മറ്റ് ആപ്പ് ബുക്കിംഗ് സൈറ്റുകളൊന്നും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാത്തത് എൻ്റെ തന്നെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അതിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ കമ്മീഷൻ്റെ ഇത് പോവില്ല. അപ്പോൾ അത് വരുമ്പം അതുവഴി യാത്രക്കാർക്ക് ചാർജ് കുറഞ്ഞ് കിട്ടും. ഈ പുതിയ 5ഓളം ബസ്സുകൾ വരുന്നു എന്ന് പറയുന്നു, അത് ഏത് റൂട്ടിലേക്കാണ്? ഈ സെയിം റൂട്ടിലേക്ക് തന്നെയാണ് ഓടാൻ വേണ്ടി വരുന്നത്. ഇപ്പം 5 ശരിക്കും പറഞ്ഞാൽ മൊത്തം 10 വണ്ടി ഇടാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് 10 വണ്ടിയും നമ്മൾ കൊണ്ടുവരും. വണ്ടികൾ നമുക്ക് കിട്ടാനൊക്കെ ഉള്ള സമയതാമസങ്ങളുണ്ട്. അത് വരുമ്പോഴത്തേക്കും 10 വണ്ടി ആ റൂട്ടിൽ ഇടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. തൃശ്ശൂർ എറണാകുളം. അപ്പം KSRTCയുടെ ഭാഗത്ത് നിന്ന് കണ്ടമാനം വെല്ലുവിളിയാണെങ്കിൽ നമ്മൾ
അതും നമ്മൾ കോടതിയെ സമീപിക്കും. കാരണം സമീപിക്കല്ലാതെ നമുക്ക് കോടതിയല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. കാരണം ഇപ്പോഴും ഇത്രയും കാലം MVD ചെയ്ത ഉപദ്രവങ്ങൾക്കും കോടതി വഴിയാണ് നമ്മൾ പിടിച്ചു തന്നത്. തുടർന്ന് കൂടുതൽ റൂട്ടുകളിലേക്ക് റോബിൻ ബസ്സുകൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഒരു സർവേ പോകുന്നുണ്ട്. സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ആ ആപ്പിൽ കയറി ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, പരമാവധി നിങ്ങൾക്ക് ആവശ്യമുള്ള റൂട്ടുകൾ അതിൽ പറയുക. അപ്പം കൂടുതൽ റൂട്ടുകൾ ഏതാണോ ആൾക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്, അവർ അതിൻ്റെ സമയം വരെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ യാത്രക്കാർ കൂടുതൽ സജസ്റ്റ് ചെയ്താൽ ആ റൂട്ടിലേക്ക് തന്നെ വരും. അടുത്തത് ആളുകൾ ആവശ്യപ്പെടുന്ന റൂട്ടിലേക്ക് ബസ് ഇപ്പം എറണാകുളം ആലപ്പുഴ ചോദിച്ചിട്ടുണ്ട്. എറണാകുളം റൂട്ടിൽ ഇതുപോലെ വണ്ടികൾ വരുമോ? ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗവുമില്ല. പലപ്പോഴും ഞങ്ങൾ ഹൈവേയിൽ ഞാൻ ഇന്നലെ ഇതിന് പോയിട്ട് വൈറ്റിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടതാണ്. മരടിലേക്ക് വരുമ്പം റോഡ് സൈഡിലെ ആൾക്കാർ ചുമ്മാ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ല, ചുമ്മാ റോഡിൽ കുത്തിയിരിക്കുകയാണ്. വേറൊന്നുമില്ല, ബസ് വരാൻ KSRTC ബസ് വരാൻ നോക്കിയിരിക്കുന്നതാണ്. അത് നിർത്തിയാലായി, നിർത്തിയില്ലല്ലായി. അപ്പോൾ ഇത് ഇങ്ങനെ മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് KSRTCക്ക് ലാഭത്തിന് വേണ്ടി പൊതുജനത്തിനെ എന്തിനും കഷ്ടപ്പെടുത്തണം. ഇന്നലെ ആരംഭിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് തന്നെയാണ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ മാത്രമേ ഞാൻ ഓടുകയുള്ളൂ. അത് അല്ലാതെ ഓടുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വെറും കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് എടുത്തിട്ട് അതിൻ്റെ ടാക്സ് മാത്രം അടച്ച് സർക്കാരിനെ പറ്റിച്ച് റെഡ് ബസ്സിൽ ബുക്ക് ചെയ്ത് ഓടുന്നവരുണ്ട്. നമ്മളതിൽ പോവില്ല. അത് പോകുന്ന ഞാൻ കാണിക്കുന്ന ഒരു കള്ളത്തരം കാണിക്കുന്നതിന് തുല്യ. മാത്രമല്ല, ഒരു ഒരു അപകടം വല്ലതും ഉണ്ടായാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ചില പോളിസിയിൽ നിന്ന് പിടിച്ചാൽ അവർക്ക് ക്ലെയിം കിട്ടുക. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ തയ്യാറല്ല. നമ്മുടെ ആദ്യത്തെ ബസ്സുമായി ബന്ധപ്പെട്ട കുറേ കേസുകൾ, അതായത് പത്തനംതിട്ട കോയമ്പത്തൂർ ബസ്സുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നിലവിലത്തെ അവസ്ഥ എന്താണ്? കേസുകളൊക്കെ അവസാനിച്ചോ? കേസുകൾ ഒരു കോടതിയിലെ സിംഗിൾ ബെഞ്ചിലെ കേസുകൾ എല്ലാം ഇപ്പം അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചിലാണ് നിൽക്കുന്നത്. അത് വാദം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പരമാവധി അവർ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. പരമാവധി നീട്ടിക്കൊണ്ട് പോവുക, അടച്ച പണം തിരിച്ചു തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. താങ്കളന്ന് ഭീമമായ തുക പലപ്പോഴായി പിഴ അടച്ചിട്ടുണ്ട്. അതൊക്കെ തിരികെ വാങ്ങാനുള്ള ഒരു പരിശ്രമത്തിലാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു പൈസ പോലും കുറച്ച് ഞാൻ മേടിക്കില്ല. കാരണം എനിക്കറിയാം, അത് സുപ്രീം കോടതിയിൽ പോയാലും അവർ പരമാവധി താമസിപ്പിക്കും, അത്രേ ഉള്ളൂ. അത് പലിശ അടക്കം എനിക്ക് തരേണ്ടി വരും. അവർ സുപ്രീം കോടതി പോയാലും വാങ്ങും. അത് വാങ്ങും, വാങ്ങാതെ പോകാൻ പറ്റില്ല. അത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ ആ പൈസ അവിടെ അടച്ചിരിക്കുന്ന. അതിപ്പം തരാതിരിക്കാൻ അവരും പരമാവധി നോക്കുന്നു. അപ്പോൾ തുടർന്നും നിരവധി ബസ്സുകളുമായി റോബിൻ നിരത്തിലിറങ്ങും. തീർച്ചയായിട്ടും ഇറക്കാൻ വേണ്ടി ഇപ്പം തിരുവനന്തപുരത്തേക്ക് ഒരു സർവീസ് കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ചതാണ്. അത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെറ്റതള്ള സഹിക്കുകയില്ല. അത് കൂട്ട് പണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിയമം ഇല്ല എന്നവർ കണ്ണടച്ചിട്ടാണ് പറയുന്നത്. കൃത്യമായി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമം കോടതികളിൽ ചോദിച്ചപ്പോൾ പോലും അതങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല, ഞാനല്ല ചെയ്യുന്നത്, താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പരസ്പരം പോരടിക്കുന്ന ഒരു രീതി വന്ന് കോടതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരു വണ്ടി ഇപ്പം കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതി ഓൾ ഇന്ത്യ പെർമിറ്റിന് ഞാൻ ഫീസ് അടച്ചതാണ്, ഇപ്പോഴും അവിടെ കിടക്കുക. എന്നാൽ ഡിസംബർ 19-ാം തീയതി അടച്ച എൻ്റെ സുഹൃത്തിൻ്റെ ബസ് ഇപ്പോൾ ഏകദേശം 1,00,000 കിലോമീറ്ററോളമായി. കാരണം അത് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷേ അതിന് അവരതിൻ്റെ വില കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഇരിക്കില്ല, കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ച് തന്നെ എനിക്കുണ്ടായ നഷ്ടവും ഞാൻ ക്ലെയിം ചെയ്യും. ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ റോബിൻ മോട്ടോഴ്സ് ഓടിത്തുടങ്ങിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. വലിയ വിവാദമായതാണ്, വാർത്തകളിൽ നിറഞ്ഞു നിന്നാണ്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സുഗമമായി തന്നെ ആ സർവീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത്. തൃശ്ശൂർ എറണാകുളം റൂട്ടിലാണ് ഇപ്പോൾ പുതിയ 2 ബസ്സുകൾ ഇന്നലെ മുതൽ ഓടിത്തുടങ്ങിയത്. വൈകാതെ തന്നെ 5ഓളം ബസ്സുകൾ കൂടി ഇതേ റൂട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് റോബിൻ ഗിരീഷ് വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.